ഹായ് ഹായ്. ഈ ഞാൻ ഞാൻ പെട്ടെന്ന് വെച്ചിന് ഒരാളും കൂടെ ഒന്ന് സംസാരിച്ചിട്ട് ഞാൻ എന്തായാലും ആ, ഈ പിന്നെ സോഹോൾ സരണിവാസിന്റെ എ ജീവിത രീതി എനിക്കിതിനെ കുറിച്ച് പറയാൻ വലിയ സന്തോഷമാണ്. ആ സന്തോഷത്തിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആ, പണ്ട് എന്തായാലും പണ്ട് എനിക്ക് ജോലിയൊക്കെ കിട്ടുന്ന മുമ്പേ ആ, ചെറുപ്പത്തില് ഒരു ഒരു 20 വയസ്സൊക്കെ ഉള്ളപ്പോ 22 വയസ്സൊക്കെ ഉള്ളപ്പോ ഞാൻ ഈ പല കമ്മീഷൻ വ്യവസ്ഥയിലുള്ള കുറെ പരിപാടികൾ ചെയ്തിട്ടുണ്ട്. അപ്പോ അന്നത്തെ ഈ ഇൻഡയറക്റ്റ് മാർക്കറ്റിംഗ്, LIC, മെഡിക്കൽ റെപ്പ്, കുറെ പ്രൈവറ്റ് വർക്കുകൾ, ഞാൻ ഇങ്ങനത്തെ കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതിന്റെയൊക്കെ ഈ മീറ്റിങ്ങുകളിൽ ചെന്ന് കഴിഞ്ഞാൽ പിന്നെ ഈ സ്റ്റേജിൽ കയറ്റി നിർത്തി വലിയൊരു കാര്യങ്ങൾ ഇങ്ങനെ പറയും. അതിനുള്ളിലുള്ളത് പിന്നെ എന്താ വലിയ ഫണ്ട് കളക്ട് ചെയ്തെന്നോ അല്ലെങ്കിൽ ബിസിനസ് പിടിച്ചെന്നോ അതൊക്കെ പറഞ്ഞിട്ട് വലിയൊരു പരസ്യം ഈ സ്റ്റേജിൽ കയറ്റി പറയും. പക്ഷെ ഒരിക്കലും അത് മനസ്സ് തുറന്ന് അല്ലെങ്കിൽ മനസ്സിന്റെ ഉള്ളിൽ നിന്ന് വരുന്നതല്ല. അത് എപ്പോഴും വരുന്നത് മറ്റുള്ളവരെ എങ്ങനെയെങ്കിലും ഇതിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ ആ സ്ഥാപനത്തിന്റെ പരസ്യം അവർ പൂർണ്ണമായും ഉപയോഗിക്കുക എന്നുള്ളതാണ്. പക്ഷെ ആൽക്കഹോളിക് അനോണിമസിന്റെ ഉള്ളിൽ വന്നിട്ട് എനിക്കിങ്ങനെ ഒരു അവസരം കിട്ടുമ്പോൾ എന്നിലും മാറ്റം വന്നിട്ടുണ്ട് എന്ന എൻ്റെ നന്ദിയിൽ നിന്നാണ് ഞാൻ ഇവിടെ സംസാരിക്കുന്നത്. എന്നിൽ എങ്ങനെ ഈ മാറ്റം ഉണ്ടായി എന്നത് ഞാൻ തന്നെ അത്ഭുതത്തോടെ, പല സുഹൃത്തുക്കളും ഒരു അത്ഭുതകരമായ പരിപാടി അല്ലെങ്കിൽ അതിശയങ്ങൾ എന്നൊക്കെ പറയുന്ന ആ ഒരു കാര്യം എന്നിൽ ആ മാറ്റം വന്നപ്പോൾ അത് ഞാൻ നന്ദിയോട് കൂടിയിട്ട് എനിക്ക് സംസാരിക്കാൻ ഒരവസരം കിട്ടുകയാണ്. എന്തായാലും പിന്നെ ഒരു 9:30 വരെ സംസാരിക്കുള്ളൂ ഞാൻ. അപ്പോൾ അതിനുശേഷം പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് 9:30-ക്ക് മുന്നേ ആയിട്ട് നിർത്താം. ഇതുമായിട്ട് ബന്ധപ്പെട്ട കൂട്ടിച്ചേർക്കലുകളോ അതുമായിട്ട് ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങളോ സംശയങ്ങളോ കൂടുതൽ ഇതുമായിട്ട് അറിയുന്നവർക്ക് പറയാൻ കഴിയുന്നൊരവസരമൊക്കെ അങ്ങനെ ആകുമ്പോൾ കിട്ടുകയും ചെയ്യും. ഏറെ കാലമായിട്ട് ഈ ജ്വാല ഈ പറയുന്ന ഈ കൂട്ടായ്മയില് പിന്നെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള ആൽക്കഹോളിക് അനോണിമസിന്റെ ഓരോ വിഷയങ്ങളെ സംബന്ധിച്ചുള്ള സ്പീക്കർ മീറ്റിങ്ങുകൾ നടന്നു വരുന്നുണ്ട്. വ്യത്യസ്തരായ ആൾക്കാർ, വ്യത്യസ്തരായ അംഗങ്ങൾ ആണ് അവിടെ സംസാരിക്കുന്നത്. ഇതില് ഞാനും ഒരിക്കലും വ്യത്യസ്തനല്ല. കാരണം പറഞ്ഞാല് ആൽക്കഹോളിക് അനോണിമസിന്റെ ഇത്തരം ഒരു പരിപാടിയിൽ പിന്നെ സംസാരിക്കുക എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ എൻ്റെ നന്ദിയിൽ നിന്നും എന്നിലുണ്ടായ മാറ്റം അത് ചിലപ്പോൾ എത്രത്തോളം പറഞ്ഞ് ഒരാൾക്ക് അത് പ്രതിഫലിക്കാൻ കഴിയില്ല. പക്ഷെ എന്തൊക്കെയായാലും എനിക്ക് കിട്ടിയതിന്റെ ആ ഒരു സംതൃപ്തിയും സന്തോഷവും ഒക്കെയാണ് പിന്നെ എൻ്റെ ഇത്തരം പരിപാടികൾ സംസാരിക്കാൻ എനിക്ക് കഴിയുന്നത്. ഞാൻ യഥാർത്ഥത്തിൽ വേറെ ഒരു പരിപാടിയിലാണെങ്കിൽ എനിക്ക് ഇത്രത്തോളം ഒരു സംതൃപ്തി കിട്ടുകയില്ല. ഇവിടെ ഈ ജീവിത രീതി, ആൽക്കഹോളിക് അനോണിമസിന്റെ ജീവിത രീതി ആദ്യം മുതൽ, ആൽക്കഹോളിക് അനോണിമസിൽ വരവ് മുതൽ ഈ പ്രോഗ്രാം, ആൽക്കഹോളിക് അനോണിമസിന്റെ ജീവിത രീതി എന്നൊക്കെ ഉള്ളത് ആദ്യം മുതലേ ഇങ്ങനെ കേൾക്കുക. ഇതിൽ വന്ന ശേഷമാണ് ഇത്തരം പദങ്ങൾ ഇങ്ങനെ കേൾക്കാൻ തുടങ്ങിയത്. അപ്പോ ഈ ജീവിത രീതിയെക്കുറിച്ച് ഏറെ കേൾക്കുമ്പം തന്നെ ആദ്യം ഉണ്ടായ ഒരു സംശയങ്ങളിൽ ഒന്നാണ് ഈ ഈ പടികള്, പാരമ്പര്യങ്ങള്. അതിൽ ഈ പടികള് എന്തായാലും ഓരോ വ്യക്തിയും, ആ പടികൾ ഓരോ വ്യക്തിയും തൻ്റെ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ്
ആ വ്യക്തിയിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയും ആ വ്യക്തി സുബോധ വളർച്ച ഉണ്ടാകുകയും ചെയ്യുന്നതൊക്കെ മനസ്സിലായിട്ടുണ്ട്. പാരമ്പര്യങ്ങൾ ആദ്യകാലത്തൊക്കെ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഗ്രൂപ്പിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്ഷേ പതുക്കെ സ്വന്തം അനുഭവത്തിലൂടെ പതുക്കെ പതുക്കെ മനസ്സിലായി ഈ പാരമ്പര്യങ്ങൾ എന്ന് പറയുന്നതും, പാരമ്പര്യം അനുഷ്ഠിക്കുക എന്നൊരു വാക്കാണ് കൊടുക്കൽ. അപ്പൊ ഈ പാരമ്പര്യങ്ങൾ അനുഷ്ഠിക്കുന്നതും അതും ഈ ജീവിത രീതിക്ക് അത് ഞാൻ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട് പാരമ്പര്യങ്ങളെ മനസ്സിലാക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതോടൊപ്പം എൻ്റെ വ്യക്തി ജീവിതത്തിൽ, എൻ്റെ പൊതുസമൂഹത്തിൽ, കുടുംബത്തിൽ ഇതൊക്കെ എന്നിലേക്ക് ആ ഒരു പാരമ്പര്യത്തിൻ്റെതായ കാര്യങ്ങൾ കടന്നു വരും. അതും ഈ ജീവിത രീതിയുടെ ഭാഗം തന്നെയാണ്. അപ്പോൾ പടികളും പാരമ്പര്യങ്ങളും ഒരു ഏകയംഗം പുലർത്തുന്നതിലൂടെയാണ് മുന്നോട്ടുള്ള ഈ ജീവിത രീതി മുന്നോട്ട് പോകുന്നത്. ആൽക്കഹോളിക്സ് അനോണിമസിൽ എനിക്ക് തോന്നുന്നു ഈ 10ാമത്തെ മാസം ഈ ജീവിത രീതി എന്ന് വരുന്നത് കൂടുതലായിട്ടും ബസ്സിലെ പ്രയോഗിച്ചിരിക്കുന്നതൊക്കെ പിന്നെ ഈ പത്താം പടിയിൽ തന്നെയാണ് ആ ജീവിത രീതി പ്രയോഗിച്ചിരിക്കുന്നത്. 84ാമത്തെ പേജ് ഞങ്ങൾക്ക് ആകെക്കൂടെയുള്ളത് ആത്മീയ സ്ഥിതി നിത്യേന പാലിച്ചുകൊണ്ടുള്ള ഒരു ദൈനംദിന ശാന്തി മാത്രമാണെന്ന ആ ഒരു വരി പറഞ്ഞേക്കുന്നതും 24 മണിക്കൂർ പദ്ധതി എന്ന് പറയുന്നതൊക്കെ ആ വരി ഉദ്ദേശിച്ചുകൊണ്ടുള്ളതാണ്. ഇവിടെ ഇത്തരം കാര്യങ്ങളിലൂടെ ഇങ്ങനെ വരുമ്പോൾ പലപ്പോഴും പല സംശയങ്ങൾ ആൽക്കഹോളിക്സ് അനോണിമസിൽ ഇങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കുക, അത് പ്രാക്ടീസ് ചെയ്യുക, മുന്നോട്ട് പോവുക, നേരത്തെ കേട്ട മാതിരി സ്പോൺസറെ കണ്ടെത്തുക, പടികൾ പ്രാക്ടീസ് ചെയ്യുക, തുടർന്ന് വരുന്ന പിന്നെ സംശയങ്ങൾ ചോദിക്കുക. അപ്പൊ ആദ്യകാലം മുതൽ ഉണ്ടാവുന്ന സംശയങ്ങൾ എന്ന് പറയുന്നത് അത് പല തരത്തിലുള്ള സംശയങ്ങളാണ്. ഇപ്പൊ അടുത്ത കാലത്ത് ഇപ്പൊ പല തരത്തിലുള്ള ഈ സംശയങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇഷ്ടം പോലെ ബുക്ക്ലെറ്റുകൾ ആൽക്കഹോളിക്സ് അനോണിമസ് ഇറക്കിയിട്ടുമുണ്ട്. ഇഷ്ടം പോയ സംശയങ്ങൾ, ഈ സംശയവും അതിന്റെ ചോദ്യം, അതിന്റെ ഉത്തരം. ഇപ്പൊ നമ്മൾ പല എയുടെ പരിപാടികൾക്ക് പോയി കഴിഞ്ഞാൽ അവിടെ ഇഷ്ടം പോലെ ഇത്തരം ചെറു ലഘുലേഖകൾ കൊണ്ടുവയ്ക്കും. ആ ലഘുലേഖകൾ പലതിലും ചോദ്യം ഉത്തരം എന്ന രീതിയിൽ. അപ്പൊ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സാഹിത്യങ്ങളിൽ ഇത്തരം ചോദ്യം ഉത്തരവും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പൊ ആദ്യകാലം മുതൽ എനിക്കറിയാം പലപ്പോഴും പല 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 സംശയങ്ങൾ ഇങ്ങനെ വരികയാണ്. ഞാന് ഈ ആദ്യകാലത്ത്, അതായത് ഞാൻ 2013 എയിൽ വന്നു. 2013 എയിൽ വന്നു. അന്നത്തെ ഒരു ചികിത്സാ കേന്ദ്രത്തിൽ നിന്നൊക്കെ ഇറങ്ങി ഞാൻ ടൗണിൽ ഒരു PWDന്റെ ഒരു ഓഫീസിന്റെ സൈഡിൽ കൊണ്ടുപോയി. അവിടെ പരിചയത്തിൽ ഞങ്ങളുടെ ആ ടൗണിൽ വെച്ചിട്ട് വണ്ടി ഇട്ടിട്ടാണ് ഞാൻ അടുത്ത ടൗണിലേക്ക്, ഒരു 15 കിലോമീറ്റർ അപ്പുറമുള്ള ടൗണിലേക്ക് പോകുന്നത്. അപ്പം വൈകുന്നേരം അവിടെ വന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. കുപ്പി മേടിക്കാനുള്ളവരും അതൊക്കെ 10ഉം 12ഉം മണിയായിട്ട് തിരിച്ചു പോകുന്നവരാ. അപ്പൊ ഞാൻ ആദ്യം അവിടെ വച്ചിട്ട് ഒരാൾ അന്ന് പോവല്ലേ, അല്ലെങ്കിൽ എന്താ അങ്ങനെ അവരുടെ ഓരോ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഞാൻ പകയ്ക്കാൻ തുടങ്ങി. അവരെ വിട്ടിട്ട് പോകാൻ എൻ്റെ അടിമത്തോ, അവരെ വിട്ടിട്ട് പോകുമ്പം എന്തോ ഒരു മാനക്കേടല്ലേ, അവരുടെ എന്ത് ഉത്തരം പറയണം, എന്ത് പറഞ്ഞിട്ടാണ് ഞാൻ അവിടെ നിന്ന് പോകേണ്ടത്. അപ്പൊ പറയുമ്പോഴൊക്കെ അവർ അതിനേക്കാളും വലിയ ഉത്തരം പറയും. അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെ. എന്നോട് ഇപ്പം ഒരു സുഹൃത്ത് പണ്ട് ഇങ്ങനെ പറഞ്ഞു, അപ്പം പുറമേ ഉള്ളവർ എന്ത് മനസ്സിലാക്കും എന്ന് പറയാൻ പറ്റില്ല. ഞാൻ ഈ കുറച്ചു കാലം ഞാൻ ഇപ്പം ഒളിച്ചായിരിക്കും അടിക്കുന്നത്, അല്ലെങ്കിൽ മണക്കാത്തതായിരിക്കും അടിക്കുന്നത് എന്ന രീതിയിൽ വരും. അപ്പൊ ഇത് ഇങ്ങനെയുള്ള ഓരോന്ന് വരുമ്പോൾ ഇപ്പൊ ആദ്യത്തിൽ എനിക്ക് അവിടെ നിന്ന് അവർ വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ ആദ്യം ഒരാളെ വിളിച്ച് ചോദിച്ചു, ഒരു സുഹൃത്തിനെ വിളിച്ച് ചോദിച്ചു, ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ വിളിക്കുന്നുണ്ടല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത്?
വളരെ ലാഘവത്തോടെ അദ്ദേഹം പറഞ്ഞു തന്നു, ആ ആ ഇന്ന് ഞാനില്ല എന്ന് പറഞ്ഞിട്ട് അവരെ ആരെയും വെറുപ്പിക്കണ്ട, അവരൊന്നും അല്ല കുഴപ്പം. അത് പിൽക്കാലത്ത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അത്തരം ഒരു ആശങ്കയുടെ ആവശ്യമില്ല, അങ്ങ് പോയാൽ മതി. വണ്ടിയെ കിടന്ന് അവിടെ നിന്ന് പോകുമ്പോൾ അവിടെ നിന്ന് വിട്ട് എന്റെ ചിന്ത, ശരിയായ ഒരു ഉത്തരം പറഞ്ഞിട്ടാണോ അവരടുത്തുനിന്ന് വന്നത്, ഇനി അവരെ നാളെ കാണുന്നത് എന്താ, ആലോചിച്ച് നോക്കണം. അതായത് ഏതൊക്കെയോ ഒരു ഭയത്തിന്റെയോ എന്തിന്റെയൊക്കെയോ ഒരു പിൻപിടിയിലായിരുന്നു ഞാൻ. ഇതേ ഞാനാണ് ആൽക്കഹോളിക് അനോണിമസിലെ ബുക്കിനുള്ളില് ഇത്തരം ചോദ്യങ്ങൾ, ഇപ്പം പാരമ്പര്യങ്ങളെ കുറിച്ച് പറയുമ്പോൾ പാരമ്പര്യങ്ങളിലെ എല്ലാ ഗ്രേപ്പ് വൈനില് ഇറങ്ങിയിട്ടുള്ള ഒരു ചെക്ക് ലിസ്റ്റ് ഉണ്ട്. ഒന്നാം പടി മുതൽ 12ാമത്തെ ഒന്നാമത്തെ പാരമ്പര്യം മുതൽ 12ാമത്തെ പാരമ്പര്യം വരെയുള്ള പിന്നെ ഓരോ കാര്യങ്ങളെയും കുറിച്ച് ഒരു ചോദ്യങ്ങളുണ്ട്, നമ്മളോട് തന്നെ ചോദിക്കുന്ന ചോദ്യം. അതില് 10ാമത്തെ പാരമ്പര്യത്തിൽ ഒരു ചോദ്യമുണ്ട്. ഓരോ പടിയെ കുറിച്ചും ചിലതിൽ 6 ചോദ്യങ്ങൾ, ചിലതിൽ 8 ചോദ്യങ്ങൾ വരെ ഉണ്ട്. 10ാമത്തെ പാരമ്പര്യത്തെ കുറിച്ച് ഈ ഗ്രേപ്പ് വൈനിൽ വന്ന ചെക്ക് ലിസ്റ്റിൽ ഉണ്ട്, ഈ പാരമ്പര്യത്തെ അതായത് ഈ പാരമ്പര്യത്തിന്റെ ആത്മാംശത്തെ എനിക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളതുണ്ട്. ആ പാരമ്പര്യത്തിന്റെ ആത്മാംശത്തെ എനിക്ക് ഉൾക്കൊള്ളാൻ സാധിച്ചിട്ടുണ്ട്. പാരമ്പര്യം എന്ന് 10ാം പാരമ്പര്യം എക്ക് മറ്റ് വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായവുമില്ല, അതുകൊണ്ട് എയുടെ പേര് മറ്റ് ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചിഴക്കരുത്. എക്ക് മറ്റ് വിഷയങ്ങളിൽ യാതൊരു അഭിപ്രായമില്ല, അതുകൊണ്ട് എയുടെ പേര് മറ്റ് ചർച്ചാ വിഷയങ്ങളിലേക്ക് വലിച്ചഴിക്കരുത്. അപ്പോ ഇതിന്റെ ആത്മാംശത്തെ എങ്ങനെ ഞാൻ ഉൾക്കൊണ്ടിട്ടുണ്ടോ, ആ ഒരു ചെക്ക്ലിസ്റ്റ് വരുന്നത്. അപ്പം ബാക്കി ഇത്തരം കാര്യങ്ങൾ എത്ര സസൂക്ഷ്മമായിട്ട്, അപ്പൊ അതിങ്ങനെ ഞാൻ ആലോചിക്കും. ഇവിടെ തന്നെ ഒരു തർക്കത്തിന്റെ വിഷയം വരുന്നുണ്ട്. തർക്കത്തിന്റെ കാര്യത്തിൽ ഞാൻ ഒട്ടും കുറവല്ലാത്ത ആളാണ്. തർക്ക വിഷയം എന്ന് പറയുന്നതിൽ ഒട്ടും കുറവില്ലാത്ത ആളാണ്. ഞാനും എൻ്റെ അച്ഛനും അളിയനും അനിയനും ഒക്കെ വീട്ടിൽ കൂടിക്കഴിഞ്ഞാല് രാഷ്ട്രീയ ചർച്ച നടത്തി, എന്താ പറയുക, ഒരു വീറും വാശിയും കാണിച്ച് പിന്നെയൊക്കെ ആലോചിക്കുമ്പോൾ അത് എന്തിനു വേണ്ടിയായിരുന്നു പോലും ആലോചിച്ചിട്ടോ, അത് വ്യക്തിപരമായൊരു വിരോധം പോലെയായി ഏതൊക്കെയോ ഒരു അവസ്ഥയിലെത്തും. അപ്പൊ ഏതൊക്കെയോ കാര്യങ്ങളെ കുറിച്ചുള്ള തർക്കം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടിട്ടുണ്ട്. അത് എയിൽ വന്നപ്പോഴും ഇത്തരം കുഴപ്പങ്ങളൊക്കെ ഓരോ എന്നിലും ഉണ്ട്, മറ്റുള്ളവരുള്ളത് ഞാൻ കാണും. ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിംഗ് കഴിയും, ഈ ചോദ്യങ്ങളിൽ ഇതെല്ലാം വരുന്നുള്ളതാണ് ഞാൻ സസൂക്ഷ്മം നോക്കുമ്പോൾ. അപ്പോ ഈ ആത്മാംശത്തെ ഉൾക്കൊള്ളുക എന്ന് പറയുമ്പോൾ ഇത്തരം ചോദ്യങ്ങൾ ഞാൻ എന്നോട് ചോദിക്കുമ്പോൾ ഞാൻ എയുടെ ജീവിത രീതിയിലേക്ക് പതുക്കെ വരികയാണ്. അത് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ സാധിക്കുന്ന കാര്യമല്ല. പക്ഷെ അത് ഓരോന്നിലേക്കും വരുമ്പോൾ ഞാൻ അറിയാതെ എപ്പോഴൊക്കെയോ ഞാൻ ഒറ്റയ്ക്കിരുന്ന് അനുഭവിക്കുന്ന ഒരു ശക്തി അല്ലെങ്കിൽ ഒരു സൗന്ദര്യമുണ്ട്. അതായത് ഞാൻ ഇങ്ങനെ കയറിയിരിക്കുന്നു, ഇത് ഒരു മനുഷ്യനോട് പറയാൻ കഴിയാത്ത ഒരു ശാന്തതയിലേക്ക് വന്നിരിക്കുന്നു. ഈ ശാന്തതയൊക്കെ മനുഷ്യന്മാർക്ക് ഇഷ്ടമാണ്. 25 കോടി അടിച്ച ആളുടെ ആ ശാന്തമായ വർത്തമാനമൊക്കെ ഇന്ന് പത്രങ്ങളിൽ വലിയ കാലം. അപ്പൊ പക്ഷേ ശാന്തത, എന്നെ സംബന്ധിച്ചുള്ള ശാന്തതയൊക്കെ ഒരു സമയത്ത് ഒരു അഭിനയമാണ്. ഈ അഭിനയത്തിൽ നിന്നാണ് ഇവിടെ തർക്കം. ഈ കുടി പോലെ തന്നെ ഇത്തരം ചില സ്വഭാവ പ്രശ്നങ്ങളിൽ എന്നിൽ നിന്ന് പോകാത്ത കാര്യങ്ങളാണ്. അപ്പോ ഞാൻ പറഞ്ഞ സംശയങ്ങൾ ദൂരീകരിച്ച് വരണം, മറ്റുള്ളവരെ കേൾക്കണം, അത് അഭ്യസിക്കണം. അത്യാസക്തനത് സമ്മതിച്ചു കഴിഞ്ഞ് സ്പോൺസറെ കണ്ടെത്തണം, പടികൾ ചെയ്യണം, ഇതിലെ എത്രയെത്ര കാര്യങ്ങൾ മനസ്സിലാക്കണം. ഇപ്പൊ അടുത്ത് വന്ന നമ്മുടെ ഏറ്റവും ലാസ്റ്റിൽ ഇറങ്ങിയാണ് മലയാളത്തിലേക്ക് അനാമധേയത്വം മനസ്സിലാക്കൽ എന്നുള്ള ഒരു
ലഘുലേഖ. അപ്പൊ അതിനകത്ത് ഒരു ചോദ്യം ചോദിക്കുകയാണ്. സ്ഥിരമായി മീറ്റിങ്ങുകളിൽ സമയത്ത് എത്താനായി എന്റെ അനാമധേയത്വം മേലധികാരികളോട് ഞാൻ വെളിപ്പെടുത്തേണ്ടതുണ്ടോ? ചോദ്യം അതാണ്. സ്ഥിരമായി മീറ്റിങ്ങുകളിൽ സമയത്ത് എത്താനായി എന്റെ അനാമധേയത്വം മേലധികാരികളോട് ഞാൻ വെളിപ്പെടുത്തേണ്ടതുണ്ടോ? ഇത്തരം ചോദ്യങ്ങളും അത് ഓരോ മനസ്സിൽ വരുന്ന ചോദ്യങ്ങളും ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ സുഹൃത്തുക്കൾ ചിലർ അത് വായിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഉത്തരങ്ങൾ അതങ്ങനെയാണല്ലോ എന്ന് കരുതുന്നുണ്ടാവാം, അല്ലെങ്കിൽ അതില് എന്തായിരിക്കാമെന്ന് കരുതുന്നവരൊക്കെ ഉണ്ടാവാം. പക്ഷെ ഇതില് ഏറെ ഇതിൽ ആർക്കാണ് ചില കാര്യങ്ങൾ ഈ ആൽക്കഹോളിക് അനോണിമസിന്റെ ഒരു മീറ്റിംഗിൽ പങ്കെടുക്കുമ്പോൾ തന്നെ ഒരു വളരെ ഓപ്പൺ മൈൻഡായിട്ട് കേട്ടിരിക്കുമ്പോൾ കിട്ടുന്ന ഒരു കാര്യമുണ്ട്. അപ്പൊ ഇവിടുത്തെ ഉത്തരം അംഗത്വത്തെ അടിസ്ഥാനമാക്കി പ്രത്യേക ആനുകൂല്യങ്ങൾ ചോദിക്കുന്നത് അനാമധേയത്വ പാരമ്പര്യങ്ങളുടെ ആദർശത്തിന് നിരക്കുന്നതല്ല. അപ്പം അങ്ങനെ ചോദിച്ചിട്ട് വരണ്ട എന്ന ഒരു ഉത്തരവാണ് അവിടെ കൊടുത്തേക്കുന്നത്. ഇവിടെ ആൽക്കഹോളിക് അനോണിമസ് മീറ്റിംഗ് കഴിഞ്ഞു, അല്ലെങ്കിൽ ആൽക്കഹോളിക് അനോണിമസിലെ ഈ ചോദ്യം ഈ ചെക്ക് ലിസ്റ്റിൽ ഇതൊക്കെ ഉണ്ട്. വേറൊരുത്തന്റെ ഇൻവെന്ററിയെ പരിശോധിക്കല്, വേറൊരാൾ പറഞ്ഞ കാര്യങ്ങൾ സംസാരിക്കല്, ഇതെല്ലാം എന്നിലും ഉണ്ടായിരുന്ന കുഴപ്പങ്ങളാണ്. വേറൊരു ഒരു സ്പീക്കർ, അല്ലെങ്കിൽ നമ്മൾ കുറച്ചു കാലം ഒരാളെ കേൾക്കുന്നു, കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലായി. എന്ത് പറഞ്ഞു, ഇപ്പൊ കുടിപ്പള്ളി കൂടത്തിൽ പഠിപ്പിച്ച അധ്യാപകന് ആരും ഒന്നും പറയാറൊന്നുമില്ല. അയാൾ ഇപ്പൊ MAക്ക് പഠിക്കുകയാണെങ്കിലും ഇവിടെ ആൽക്കഹോളിക് സയൻസ് വരുമ്പോൾ ഒരേ കാര്യം തന്നെ പറയുന്നു. ഈ ഒരേ കാര്യം പറയുന്നു, അല്ലെങ്കിൽ സ്പീക്കർ ആകുന്ന ഒരാള് അയാൾ അങ്ങനെ പറയുന്നു. ഇതിന്റെ ഒരു കാര്യം ആൽക്കഹോളിക് സയൻസ് മീറ്റിംഗ് കഴിഞ്ഞാൽ ഒരു കളിയാക്കല് അത് അല്ലെങ്കിൽ, പക്ഷെ യഥാർത്ഥത്തില് ആൽക്കഹോളിക് അനോണിമസിന്റെ 10ാം പടി ഇപ്പൊ ഒരു കളിയാക്കൽ നടത്തി കഴിഞ്ഞാലൊന്നും ആൽക്കഹോളിക് അനോണിമസിന്റെ ഈ അനുഭവങ്ങളുടെ എല്ലാം ഈ കളിയാക്കുന്ന ഒരാളുണ്ടെങ്കിൽ ഇതേ ഞാൻ കളിയാക്കിയവനാണ്, എൻ്റെ പഴയ അവസ്ഥ അങ്ങനെയായിരുന്നു. ഏറെ കാലം കഴിയുമ്പോഴാണ് അതിൽ വലിയ കാര്യമില്ല, ഒരു പക്വമതിയായ ഏകാരം അതിനെ നിശബ്ദമായിട്ട് കാര്യമില്ല, അയാൾക്ക് ആ കളിയാക്കുവരോട് പോലും ദേഷ്യമില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. അവിടെയാണ് 10ാം പടിയുടെ വാഗ്ദാനമായിട്ട് ആൽക്കഹോളിക് അനോണിമസ് ബിഗ് ബുക്കിൽ 83ാം പേജിൽ പറഞ്ഞിട്ടുണ്ട്. ഒരുതരം സമസന്തുലനാവസ്ഥയിൽ എത്തപ്പെട്ടതുപോലെ ഞങ്ങൾക്ക് തോന്നുന്നു, ന്യൂട്രാലിറ്റി എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇവിടെ നിശബ്ദമായിരിക്കലുകള്, ആ കളിയാക്കാൻ ഇതിരിക്കുന്ന അവസ്ഥ, ഒരാളുടെ വളർച്ച തടയാതിരിക്കുക, സ്വയം വളരാൻ ശ്രമിക്കുക എന്ന് തുടങ്ങി ഏതൊക്കെ തരം മാർഗങ്ങൾ അറിയാതെ ആൽക്കഹോളിക് അനോണിമസ് കൂടെ അതാണ് സുബോധത്തിന്റെ പുരോഗതിയായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ആരെയും ആൽക്കഹോളിക് അനോണിമസിൽ പിന്നെ കുടിയനായി കടന്നു ഞാൻ കേമനാണോ? ഞാനൊരു കേമനും അല്ല. ഞാൻ എന്നെ പോലെ എൻ്റെ പ്രതിരൂപങ്ങളായ അംഗങ്ങള് അവര് അവിടെ ഇരിക്കുന്നു. പ്രത്യാശ, ഇതിലൂടെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ അറിയുന്നു. അത് എന്നിൽ എങ്ങനെ ഇഴുകിച്ചേർന്ന് അത് എന്നെ എങ്ങനെ പ്രവർത്തിപ്പിക്കാം എന്നുള്ളതിനൊക്കെ ചിലപ്പം സമയങ്ങളെടുക്കും, കാലതാമസം എടുക്കും. അത് പ്രവർത്തിച്ച് കഴിയുമ്പോൾ പണ്ട് ഞാൻ എത്രയോ പേരിൽ ഒരു ആള് ഷെയർ ചെയ്യുമ്പോൾ പച്ചത്തെറികൾ പറയും. അപ്പോ ആരോ പറഞ്ഞു അത് ആദ്യ കാലത്ത് എന്നോട് ഒരു പഴമക്കാരൻ എന്നോട് പറഞ്ഞു. അപ്പൊ അടുത്തിരിക്കുന്ന ഈ ആളെ തെറി ഇങ്ങനെ പറയുന്നത് കേൾക്കാനാണോ ഞാനോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഏറെ കാലം കഴിയുമ്പോഴത്തേക്കും അയാൾ വിചാരിക്കുന്ന ഈ പച്ചയ്ക്ക് തെറി പറയുന്നതാണ് പച്ചയ്ക്കുള്ള ഷെയറിങ് എന്ന് പറയുന്നത്. കുറെ കാലം കഴിയുമ്പോഴത്തേക്കും അയാളുടെ തെറി മാറി അയാൾ മറ്റൊരു
നല്ല രീതിയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇഷ്ടക്കേട് പറയുന്നത്, ഇതൊക്കെ രോഗത്തിന്റെ വിവിധമായ അവസ്ഥകൾ. അത് മാറാതെ കുറേ കാലം ഇതുമായിട്ട് നടക്കുന്നവർ, കുറ്റപ്പെടുത്തലുകൾ, കാര്യങ്ങൾ, ഇതായിട്ടൊക്കെ നടക്കുന്നവർ. ഇവിടെ ഏക മാർഗം എന്ന് പറയുന്നത് ഇപ്പോഴും ഈ പടികള് ചെയ്യുക എന്നുള്ളതാണ്. ഒന്നാം പടി മുതൽ ഓരോ പടിയായിട്ട് ചെയ്തു വരിക എന്നുള്ളതാണ് പിന്നെ ഏകമാർഗം. സ്പോൺസറെ കണ്ടെത്തി പടികൾ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ആ പടികൾ ചെയ്യുമ്പോൾ പൊതുവെ സ്വാഭാവികമായിട്ടും ഞാൻ അറിയാതെ തന്നെ ഒരു എയുടെ ഒരു ജീവിത രീതി പതുക്കെ ഞാൻ സ്വായത്തമാക്കുന്നുണ്ട്. അവിടെ വല്ലപ്പോഴും കടന്നു വരുന്ന കടുത്ത ദേഷ്യങ്ങളോ കടുത്ത നിരാശകളോ ചില കൗതുകം കുറയുകളോ ഒക്കെ വന്നാലും എനിക്കറിയാം, എനിക്ക് പണ്ട് കടുത്ത പ്രശ്നം ഉണ്ടായിരുന്ന സമയത്ത് ഇന്ന് ചില കാര്യങ്ങളൊക്കെ വന്നാലും ഇല്ല, ഞാൻ കുറച്ച് മുന്നോട്ട് തന്നെയാണ്, അതിനെനിക്ക് ആ രീതിയിൽ കടന്നു പോകാൻ കഴിയുന്നുണ്ട്. ഞാൻ ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിങ്ങുകൾക്ക് ശേഷം വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞ് 1 മണിക്കൂറായാലും 1.5 മണിക്കൂറായാലും പോവാതെ എന്തെങ്കിലും ആത്മീയത കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ മേലെ മൊത്തം വെള്ളം എടുത്ത് ഒഴിച്ച് കെടുത്തി വീട്ടുകളിൽ സെൻറ്ററിൽ നിന്ന് കാശും പോയിട്ട് പോകുന്ന വിഷമം പിടിച്ചൊരവസ്ഥയിൽ പോയിക്കൊണ്ടിരുന്ന എനിക്ക് പതുക്കെ എനിക്ക് മനസ്സിലായി ബാക്കിയുള്ളവരെല്ലാം പറഞ്ഞ് പഠിപ്പിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകലും നടക്കൽ അനുഭവം എന്ന് പറഞ്ഞാൽ അനുഭവത്തിൽ പഠിച്ച് മനസ്സിലാക്കുന്നതാണ്. അതിന് ആൽക്കഹോളിക് അനോണിമസിന്റെ 1-ാം പടിയോ 2-ാം പടിയോ 3-ാം പടിയോ ഏത് പടി ചെയ്തപ്പോഴാണ് അത് കിട്ടിയതെന്നൊന്നും പറയാൻ കഴിയില്ല. അത് പതുക്കെ എനിക്ക് കൈവന്നു. മീറ്റിങ്ങിന് ശേഷം കുറെ കാര്യങ്ങൾ സത്യത്തിൽ മീറ്റിങ്ങിന് ശേഷം പറയാൻ പക്വത ഉണ്ടെങ്കിൽ ഭാഗമായിട്ട് ഇത് പറയുകയൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. നേരത്തെ വരികയും കുറച്ച് കഴിഞ്ഞ് ആ സുഹൃത്ത് ബന്ധം കൂടി പോകുന്നത് നല്ലതാ. പക്ഷേ എങ്ങനെ സംസാരിക്കണം എന്നുള്ളത് എനിക്കറിയില്ല. എങ്ങനെ തർക്കിക്കണ്ട, എവിടെ വെച്ച് ഒഴിയാം, അത് ആദ്യം ചിലപ്പോഴൊക്കെ ഒരു മീറ്റിംഗ് പറയും പകുതി വെച്ച് ഒഴിഞ്ഞു പോയി, എനിക്കിങ്ങനെ കയറി വന്നാണ്, തർക്കം വന്നാണ്, അത് പകുതി വെച്ച് പോയി. ഈ തർക്കം യഥാർത്ഥത്തിൽ ഒരു ചെറിയ കഥ കണക്ക് അത് വായിച്ചിട്ടുണ്ട്. ഒരു കഥയിൽ ഈ പലപ്പോഴും പടിയെയും പാരമ്പര്യത്തെയും കൂടെ ബന്ധപ്പെടുത്തി ചില സുഹൃത്തുക്കളൊക്കെ സംസാരിക്കും ഉണ്ട്. കാരണം ആദ്യത്തേല പൊതുനന്മ, അമിത മദ്യാസക്തം തുടങ്ങി ഓരോ പടിയും ഓരോ പാരമ്പര്യമായിട്ട് ബന്ധപ്പെടുത്തിയൊക്കെ സംസാരിക്കും. പക്ഷെ ഇപ്പൊ അറിയാം, ഈ പറയുന്ന പടിയും പാരമ്പര്യവും കൂടെ ലയിച്ചു വരുമ്പോൾ എൻ്റെ തർക്കങ്ങളും കാര്യങ്ങളും ഒക്കെ ഒഴിവായി പോയിട്ടുണ്ട്. പണ്ട് ഈ കഥ കേൾക്കുമ്പോൾ, ഞാൻ പറയുന്ന കഥ കേൾക്കുമ്പോൾ മനസ്സിലായതിനേക്കാൾ ഇപ്പോൾ അതറിയാം. ഈ എല്ലാവരും വായിച്ചിട്ടുള്ള ചെറിയ ഒരു 3-4 സെന്റൻസ് ഉള്ള ഒരു കുറുക്കനും കഴുതയും തമ്മിൽ തർക്കിച്ച, ഈ കഴുത പറഞ്ഞു പുല്ലിന്റെ നിറം മഞ്ഞയാണെന്നും കുറുക്കൻ പറഞ്ഞു പുല്ലിന്റെ നിറം പച്ചയാണെന്നും. കുറുക്കൻ പറയുകയാണ് പുല്ലിന്റെ നിറം പച്ച. കഴുത വീണ്ടും തർക്കിക്കുന്നു, പുല്ലിന്റെ നിറം മഞ്ഞയാണ്. കുറുക്കൻ വിട്ടുകൊടുക്കുന്നേയില്ല. കുറുക്കൻ പച്ചയാണെന്ന് പറഞ്ഞ് തർക്കം മൂത്തു, ആകെ സണ്ടയായി. ഇതിന്റെ ഒരു ഉത്തരത്തിനായിട്ട് സിംഹത്തിന്റെ അടുത്ത് പോകുന്നു. സിംഹത്തിന്റെ അടുത്ത് പോയിട്ട് പറയുന്നു, കുറുക്കൻ പറയുന്നു, ഈ കഴുത പറയുകയാണ് പുല്ലിന്റെ നിറം മഞ്ഞയാണ്. പുല്ലിന്റെ നിറം എങ്ങനെയാ മഞ്ഞയാവുന്ന, അത് പച്ചയാണല്ലോ. ഉടനെ സിംഹം കുറുക്കന്റെ ചെവിക്കുറ്റി ഒരെണ്ണം കൊടുക്കും. അവിടെയാണ് ഈ കുറുക്കൻ പറയുന്നുണ്ട്, ഇയാൾക്ക് പച്ച നിറം ആണെന്ന് അറിയുന്ന എന്നെ എന്തിനാൾ അടിക്കുന്നത്, ഇയാളാണ് വിവരമുള്ളവനും കാര്യങ്ങൾക്കൊരു സമാധിയാവുമെന്ന് കറഞ്ഞ് പോയപ്പോൾ എനിക്ക് അടി കിട്ടിയതെന്ന് ഓർക്കുമ്പോൾ സിംഹം പറയുന്നുണ്ട്,
നീ അല്ലാതെ ആരെങ്കിലും ആ കഴുതയോട് തർക്കിക്കാൻ പോവുമോ? ഇപ്പൊ ഈ ഇത് കേൾക്കുമ്പോൾ എനിക്ക് തോന്നി സംഭവം പല തർക്കങ്ങളും ഇതിന്റെ ഒന്നും ആവശ്യമില്ല. കാരണം ഞാൻ അങ്ങോട്ട് പിന്നെ അതിനുശേഷം ആകെ വിഷമിക്കുന്നുണ്ട്. അയാളെ പറഞ്ഞ് മനസ്സിലാക്കാനും പറ്റൂല, ഒരാളെയും പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല. അതുപോലെ തന്നെയാണ് മറ്റ് പല ജീവിതത്തിലെ പല കാര്യങ്ങളും. അത് ഓരോന്നോരോന്നായിട്ട് പടികളിലൂടെ കൊണ്ടുവരുന്നുണ്ട്, ഓരോന്നും പടികളിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ആ പിന്നെ ചെയ്യുമ്പോൾ വരുന്നുണ്ട്, വീണ്ടും 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 സംശയങ്ങൾ തോന്നുന്നുണ്ട്. ഇവിടെ ആരെങ്കിലും കൃത്യമായ ഉത്തരങ്ങളുണ്ടോ എല്ലാത്തിനും? ഇത് നീ ഇന്ന കാര്യം അങ്ങ് ചെയ്തോ, അല്ലെങ്കിൽ ഇന്ന ഇത് കാര്യം ചെയ്തോ എന്ന് പറഞ്ഞാൽ ഉത്തരവുണ്ടോ? ഞാന് ആർക്കഹോളിക് അനോണിമസിൽ വന്നിട്ട് ആൽക്കഹോളിക് അനോണിമസ് തന്നെയുള്ള എനിക്കൊരു പ്രശ്നം മാത്രം 5 പേരുടെയും സംശയം ചോദിച്ചു. ഈ 5 പേരുടെ ചോദിക്കുന്നതിന് കാരണം എനിക്ക് ഒരാളോടുമായിട്ടൊരു വിരോധം ഉണ്ടായപ്പോൾ 5 പേരോട് ഞാൻ കൂടി നിർത്തി എയിലുള്ളപ്പോൾ ചോദിച്ചു. അപ്പോ എനിക്ക് അനുകൂലമായൊരു ഉത്തരം കിട്ടാനാണ് ഈ 5 പേരുടെയും ചോദിച്ചത്. അപ്പൊ 5 പേരും 5 രീതിയിലാണ് പറഞ്ഞു തന്നത്, അവരുടേതായ ശൈലിയിൽ ആ ഉത്തരം പറഞ്ഞു. കാരണം ഞാൻ അവരെ കൊണ്ട് നിർബന്ധിച്ച് പറയിപ്പിക്കുകയാണ്. അതിൽ ഏറെ പേരും അവരുടെ അനുഭവങ്ങളൊക്കെ തന്നെയാണ് പറഞ്ഞു തന്നത്. പക്ഷെ എൻ്റെ മനസ്സിലൊരു ആശയമുണ്ട്, അത് പറഞ്ഞ ഒരാളോട് മാത്രമാണ് എനിക്ക് ഇഷ്ടം തോന്നിയത്. അത് പറഞ്ഞ ആളോടാണ് ഇഷ്ടം തോന്നിയത്. അങ്ങനെ ആകുമ്പോൾ പിന്നെ എനിക്ക് പതുക്കെ എനിക്ക് തന്നെ മനസ്സിലായി, എൻ്റെ ഈ വിലയിരുത്തലുകളെല്ലാം തന്നെ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചാണ് ഞാൻ വിലയിരുത്തുക. എൻ്റെ അത് അപ്പൊ എനിക്കൊരു സംതൃപ്തി വരികയാണ്. അത് തന്നെയാണ് എൻ്റെ ശരി, അത് തന്നെയാണ് അതിൻ്റെ ശരി എന്ന് എനിക്ക് മനസ്സിലാവുകയാണ്. അപ്പോ ഇത്തരം കാര്യങ്ങൾ അല്ല വിലയിരുത്തലിന് കൃത്യമായും 10ാമത്തെ പടിയെ വിലയിരുത്തുന്നതിന് കൃത്യമായിട്ടും അല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം എങ്ങനെയാണെന്നുള്ളതൊക്കെ കുറിച്ച് 11ാം പടിയുടെ ഭാഗത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ജീവിതത്തിൽ 4ാം പടി മുതൽ സ്പോൺസറുമായിട്ടുള്ള ചർച്ച മുതൽ ഓരോ കാര്യങ്ങളിലും പരിഹാരം ചെയ്യുന്ന കാര്യത്തിലുമൊക്കെ എങ്ങനെ അവർ ചെയ്തു എന്നൊക്കെയുള്ള ആശയങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഓരോ ചെറിയ കാര്യങ്ങളിലൂടെ അത് പഠിച്ച് വരികയാണ്. ഇപ്പോ 2 ദിവസം മുമ്പ് ഇപ്പോ ഒരു സുഹൃത്ത് എന്നോട് ചോദിച്ചു, ഞാൻ ഇങ്ങനെ ഒരു കാര്യം ഞാൻ എന്താണ് ചെയ്യേണ്ടത് അദ്ദേഹത്തിന്റെ ഒരു കാര്യത്തിൽ. അപ്പോൾ എനിക്ക് ആ അനുഭവത്തോട് ആ ഒരു കാര്യം, ഒരു പരിഹാര സമയത്ത് ഞാൻ ചെയ്തൊരു കാര്യം ഉണ്ടായിരുന്നത് കൊണ്ട് ഞാൻ ഇങ്ങനെയാണ് ചെയ്തത് എന്ന് എനിക്ക് അദ്ദേഹത്തോട് പറയാൻ കഴിഞ്ഞു. ഇത് പെട്ടെന്ന് ഈ എല്ലാവരും ചോദിക്കുന്ന ഒരു സംശയമാണ്. കാരണം പറഞ്ഞാല് എപ്പോഴും വരും 1, 2, 3, 4 ഇങ്ങനെ ഓരോന്ന് ചെയ്തു പോയത് ഒരു പരിഹാരത്തിനുള്ള ഒരു സാധ്യതകളെല്ലാം തെളിഞ്ഞു വന്നൊരു സമയത്ത് ഒരാളോട് ഒരു കാര്യം പറയണം. അദ്ദേഹത്തിന് പറയാൻ ആഗ്രഹമുണ്ട്. അപ്പോഴത്തേക്ക് ഇതെല്ലാം കഴിഞ്ഞു വരട്ടെ, അല്ലെങ്കിൽ ആ സാഹചര്യം വിവേകമൊക്കെ ചില സമയത്ത് പ്രയോഗിക്കേണ്ടി വരും. അദ്ദേഹത്തിന്റെ മനസ്സിൽ ഏറ്റവും വലിയ വിഷമത്തെ ഒന്ന് ഇറക്കി വെക്കാൻ ഒരു സാഹചര്യം ഉണ്ടായി. ഇതുപോലെ ഒരു അനുഭവത്തിൽ നിന്നുകൊണ്ട് ആണ് മറ്റൊരാൾക്ക് അപ്പൊ എല്ലാ ഏക്കാരും സുഹൃത്തുക്കൾ പറയും, ഇന്നും ഞാൻ അത് കേൾക്കില്ല പുതുമക്കാരോട് പറഞ്ഞു കൊടുക്കുന്നത്, മറ്റൊരാളുടെ സഹായത്തോട് കൂടിയിട്ടാണ് നമുക്ക് ഇതിനകത്ത് നിലനിൽക്കാൻ കഴിയുക എന്നുള്ളത്. ആ സഹായത്തോടു കൂടി നിലനിൽക്കാൻ കഴിയുമ്പോൾ എൻ്റെ ആദ്യകാലത്തെ ചിന്ത എന്താ? എൻ്റെ ആദ്യകാലത്തെ ചിന്ത ആൽക്കഹോളിക് അനോണിമസ് ഒന്ന് ഈ പൊങ്ങച്ചമോ മനസ്സിൽ തോന്നിയ മറ്റു അതാണ് സത്യസന്ധത. സത്യം എന്ന് പറയുന്ന അതാണ്. എനിക്ക് ഒരു സ്റ്റേജിൽ കയറി സ്പീക്കറായിട്ട് അങ്ങ് സംസാരിക്കണം. ഒരു കാര്യങ്ങളെല്ലാം ഇങ്ങനെ എന്താ പറയുക, എല്ലാ പുസ്തകത്തിലെ വെടിച്ചില്ല പൊട്ടാത്ത കാര്യങ്ങൾ വായിച്ച് സംസാരിക്കണം. ഉടനെ എൻ്റെ ആഗ്രഹം അവിടെ കിടക്കുന്നേ. എൻ്റെ ആഗ്രഹം അവിടെ കിടക്കുമ്പോ ഞാന്
യഥാർത്ഥത്തില് അതാണോ യഥാർത്ഥത്തിൽ ഞാൻ ചെയ്യേണ്ടത്? ഇന്ന് എനിക്കറിയാം. അതുകൊണ്ട് അതുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം ഞാൻ തന്നെ ചെയ്യുന്നുണ്ട്. ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണ്? പിന്നെ ശ്രീനിവാസൻ രജനീകാന്തിനെ കുറിച്ച് പറയുന്ന പോലെ എന്നെ പോലെ തന്നെ കറുപ്പ്, എന്റെ അത്രേ ഉയരമേ ഉള്ളൂ, ഇയാൾക്ക് എന്തോ ഒരു ആരാധകര് എന്ന് പറയുന്നത് പോലെ ചില അന്നത്തെ കാലത്ത് ചിലര് കയറി എന്ന് പറയുമ്പോൾ ഈ ആശയവുമായി പോരുക ഞാൻ ഇതിന്റെ അപ്പുറത്തെ കാര്യം എനിക്കറിയല്ലോ, അയാൾ ആ പറഞ്ഞതിലൊരു അങ്ങനെയല്ലല്ലോ അത് പറയേണ്ടത്, അത് ഇങ്ങനെയാണല്ലോ. അത് കഴിഞ്ഞാല് പുറത്തിറങ്ങിയിട്ട് ആരെങ്കിലുമൊക്കെ സംസാരിക്കുമ്പോ അതിന് എക്സ് മൂളി കൊടുക്കാനും ഞാൻ കൂടെ നിൽക്കുന്നു. അവിടെ കുറെ കാലം അങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും നടന്ന എനിക്ക് ഇതിന്റെ ശരിയായി ഇതിനൊക്കെ ഒറ്റൊരു കാര്യമുള്ളൂ. ഒരു ആൽക്കഹോളിക് അന്വേഷണത്തിൽ ഒരു സുഹൃത്ത് ഒരിക്കൽ പറയുകയും ചെയ്തു, എന്നെ കൊണ്ടുവന്നത് ഇതാ ഇരിക്കുന്നതാണ്, എനിക്ക് നന്ദിയുണ്ട്. അപ്പൊ അയാൾ പഴമക്കാരൻ, അയാൾ പറയുന്നുണ്ട്, ഞാൻ 2013 ആ മീറ്റിങ്ങിൽ പോയോ പറയുന്നുണ്ട്, എന്റെ പതുക്കെ അയാളുടെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, എന്നെ അങ്ങനെ കാര്യമായിട്ട് ഞാനെന്നല്ലെങ്കിൽ വേറൊരാള് എനിക്ക് കൂടി നിർത്താൻ വേണ്ടിയിട്ട് അല്ലേ ഞാൻ അങ്ങനെ അത്രയൊക്കെ ഉള്ളൂ എന്നൊക്കെ പറഞ്ഞ് അയാള് പറഞ്ഞു കൊടുക്കുകയും അത് വേറൊന്നുമില്ല കേട്ടോ, എനിക്ക് അഹങ്കാരം കൂടി പോകും. ഇവിടെ ഒരു മീറ്റിംഗിൽ ചെന്നു, ഒരു ആശുപത്രിയുടെ മീറ്റിംഗിൽ ഞാൻ പോയി. അവിടെ ഇരിക്കുന്ന ഡോക്ടർ പറഞ്ഞു, സായും പറഞ്ഞതുപോലെ 2 ദിവസം അത് പറഞ്ഞു, 3-ാം ദിവസം ഞാൻ ചാടി പോകുന്നുണ്ട്. അടുത്ത പ്രാവശ്യം ആനയും തയ്യക്കാരനിലെയും സൂചി കൊണ്ടുള്ള കുത്ത് എന്ന് പറഞ്ഞ മാതിരി അന്ന് മാത്രം അയാൾ എന്റെ പേരൊന്നും പറയുന്നില്ല, വേറൊരുത്തന്റെ പേരാ പറയുന്നത്. അതോടുകൂടിയിട്ട് ഞാൻ സങ്കടപ്പെട്ടു. അപക്വപരമായ മനസ്സിനെ എങ്ങനെ പാകപ്പെടുത്താം എന്നുള്ളതും ആൽക്കഹോളിക് അനോണിമസിന്റെ ഓരോ പടികളിലൂടെ പോകുന്നുണ്ട്. അങ്ങനെ എപ്പോഴോ കിട്ടുന്നതാണ് ഈ ജീവിതത്തിൽ. ഈ മീറ്റിങ്ങിൽ തന്നെ, ഇതേ മീറ്റിങ്ങിൽ തന്നെ, ഇതല്ല വേറെ ഏതോ ഒരു മീറ്റിങ്ങില് ഈ 100 പേരൊക്കെ കഴിഞ്ഞിട്ട് ഒരാൾ ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആള് കയറുകയാണ്. അപ്പോ ഞാനിങ്ങനെ ആലോചിച്ചു, എൻ്റെ അമ്മോ, ഒരാൾക്ക് പോലും ഹൗസ് ഫുള്ള് കണക്ക് ഒരു കേട്ടോണ്ടിരിക്കുന്ന മീറ്റിങ്ങുകൾ ആണല്ലോ ഇതൊക്കെ ഓർത്തു പണ്ട് ഒരു സമയത്ത്. പക്ഷേ ഈ അതിലൊന്നും, അല്ലെങ്കിൽ അയാൾ പറഞ്ഞത് മാത്രമാണ് എല്ലാ കാര്യങ്ങളും എന്നൊന്നും ഇല്ല, ഞാൻ പറയുന്നതാണ് എല്ലാ കാര്യങ്ങളും ഒന്നുമില്ല. വളരെ ഉള്ളിൻ്റെ ഉള്ളിൽ എനിക്ക് കിട്ടിയ, ആദ്യം പറഞ്ഞത് എനിക്ക് കിട്ടിയ ആ ഒരു ചില കാര്യങ്ങൾ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു എൻ്റെ പലപ്പോഴും മറ്റുള്ളവർ പറഞ്ഞില്ലെങ്കിലും എനിക്ക് ഇന്നറിയാം, പലതിനോടും എനിക്ക് ക്ഷമിക്കാൻ കഴിയുന്നുണ്ട്, ഞാൻ വലിയ ആളല്ലെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഈ സാഹചര്യം പോലും എന്നെ ഒന്ന് കുടിയിൽ നിന്ന് മാറി നിൽക്കാനും എൻ്റെ ഈ തിരുവിര എന്നുള്ള ചെറിയ ചെറിയ കുഴപ്പങ്ങളെ മാറ്റി നിർത്താനും ഒക്കെ സഹായിക്കുന്ന ഈ ഒരു കൂട്ടം ആൾക്കാരുടെ, ഞാൻ ഒരു കൂട്ടം സുഹൃത്തുക്കളോട് നന്ദിയുള്ളവനാ എന്നത് മാത്രമേ ഇതിനകത്ത് ലഭ്യമാകുള്ളൂ. അപ്പൊ ഇത് ചട്ടപ്പടി കണക്ക് ഓരോന്നോരോന്നായിട്ട് നമ്മൾ പഠിച്ചു വരുമ്പോൾ, അല്ലെങ്കിൽ അത് പ്രാക്ടീസ് ചെയ്തു വരുമ്പോൾ പലപ്പോഴും ചിലപ്പോൾ ഒരു മീറ്റിങ്ങിൽ പോയി കഴിഞ്ഞാൽ പുതുമക്കാരനോ അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ പറയുന്ന ഒരു കാര്യമായിരിക്കും എനിക്ക് അന്നത്തെ എൻ്റെ ഉത്തരമായി മാറുക. എന്നെ കുടിയിൽ നിന്ന് മാറ്റിയിരിക്കുന്ന മാത്രമല്ല, ഞാൻ തലയിൽ ചുമന്നുകൊണ്ട് ചെന്ന എന്തോ ഒരു സാധനം ഇറങ്ങിപ്പോകുന്നതായിട്ട് കിട്ടുന്നത് പോലും ചിലപ്പോൾ ആ ഒരു സുഹൃത്തിൻ്റെ ഉത്തരവായിരിക്കും. അതിനെ തെളിമയോടെ കാണാൻ കഴിയാന്നുള്ളതാണ്. അതുപോലെ തന്നെ ആൽക്കഹോളിക് അനോണിമസിൽ വന്ന 25 വർഷക്കാരനായാലും 30 വർഷക്കാരും നന്നായി സംസാരിക്കുന്ന ഒരാളായിരുന്നാലും, നമ്മുടെ ഒരു മീറ്റിങ്ങിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ ഞാൻ വളരെ ചെവി കൂർപ്പിച്ചിരിക്കും. കാരണം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുന്ന ആളാണ് അദ്ദേഹം അതിന് വ്യക്തിപരമായിട്ട് ഞാൻ പല കാര്യങ്ങളിൽ ഇടപെട്ടപ്പോൾ ഞാൻ ഈ പണ്ട് കാലത്ത് ഞാൻ ശ്രമിച്ചിട്ടുള്ളത് ഏറ്റവും നല്ല കാരൻ ആരാണ്,
ഈ ജീവിത രീതി പ്രോഗ്രാമൊക്കെ ഏറ്റവും നല്ല ഏക്കാരൻ ആരാണ് അത് ഞാൻ സസൂക്ഷ്മമായിട്ട് ഞാൻ ഇങ്ങനെ നിരീക്ഷിക്കും. പണ്ട് ഞാൻ ഒരാളോട് അല്ലെങ്കിൽ അന്ന് ബസ്സിൽ ഏറെ നേരം പിന്നെ അതിങ്ങനെ വലിയ തിരക്കുള്ളൊരു ബസ്സിൽ ഈ 19 കിലോമീറ്റർ യാത്ര ചെയ്യുമ്പോൾ വേറൊരാൾക്ക് സീറ്റ് മാറിക്കൊടുത്തിട്ട് വളരെ സുഖമില്ലാത്ത ഒരാള് ഏകാരം എഴുന്നേറ്റ് നിന്ന് അയാൾക്ക് സീറ്റൊക്കെ കൊടുത്ത് അയാൾ അവിടെ ഇങ്ങനെ നിൽക്കുക. അപ്പൊ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് കണ്ടു മറ്റുള്ളവരെ സഹായിക്കലാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ഞാൻ അദ്ദേഹത്തെ ഒരിക്കലും ഒരു സ്റ്റേജിൽ സംസാരിക്കുന്നതായിട്ടോ ഒന്നും കണ്ടില്ല. ഒരു മീറ്റിങ്ങിൽ വരും, കാര്യങ്ങള് കുറഞ്ഞ കാര്യങ്ങൾ പറയും, പോവും. അപ്പോ ഞാൻ ഒരു ഇദ്ദേഹം തന്നെ വലിയ ഒരു മഹത്വം ഉള്ളൊരു വ്യക്തിത്വം തന്നെയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ ഈ അദ്ദേഹം സംസാരിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. അദ്ദേഹം സംസാരിക്കുമ്പോൾ ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാവണമെങ്കിൽ വളരെ ശ്രദ്ധയോട് കൂടിയിരിക്കണം. ആൽക്കഹോളിക് അനോണിമസിന്റെ മീറ്റിംഗ് ഇറങ്ങിക്കഴിഞ്ഞാല് അദ്ദേഹം സംസാരിച്ച എന്തിനാ വെറുതെ അവിടെ ഇരിക്കുന്നത്, ഒന്നും മനസ്സിലാവില്ലോ എന്ന് പറയുന്നവരും, അല്ലെങ്കിൽ അദ്ദേഹം സംസാരിച്ചപ്പോ അയാൾ സംസാരിച്ചത് എന്താ കാര്യമുള്ളത്, ഒന്നും മനസ്സിലാവുന്നില്ല എന്ന് ദേഷ്യത്തോടു കൂടി പറയുന്ന സുഹൃത്തുക്കളും ഉണ്ട്. പക്ഷെ അത് വളരെ ഞാനത് വ്യക്തിപരമായിട്ട് ചില കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് അടുക്കുമ്പോഴാണ് ചില മനുഷ്യന്മാരെ മുന്നിൽ പോയാൽ തന്നെ നമുക്ക് ഉള്ളിലുള്ള ഒരു ഒരു ഭയോ ആശങ്കയോ ജീവിക്കാൻ തന്നെ തോന്നിപ്പോകുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ ഒരു ടീച്ചർ എലക്ഷൻ ഡ്യൂട്ടിക്ക് വന്നപ്പോൾ അവർക്ക് പ്രിസൈഡിങ് ഓഫീസറായിട്ട് കിട്ടിയപ്പം അവർക്ക് അതൊക്കെ ചെയ്യാനുള്ള അവർക്ക് ഷുഗറും പ്രഷറും എല്ലാം ഉണ്ട്, ഏക പുകയാണ്. ഈ ഇലക്ഷൻ ഡ്യൂട്ടിയിൽ അന്ന് പ്രിസൈഡിങ് ഓഫീസറായിട്ട് വന്നു. കൂടെയുള്ള ഒരാള് അങ്ങോട്ട് മാറിയിട്ട് ആ സാധനങ്ങളൊക്കെ ഇങ്ങനെ പരിശോധിക്കുന്നതിന്റെ കൂട്ടത്തിൽ എന്തോ ഒരു സാധനം കിട്ടിയിരുന്നു. അയ്യോ അത് തെറ്റിപ്പോയെന്ന് ഇയാളുടെ ആ പറച്ചിലും അവര് ഒറ്റയടിക്ക് കണ്ണു മേലേക്ക് മിഴിച്ച് ബോധം കെട്ട് വീണു. അപ്പോ വ്യത്യസ്തരായ മനുഷ്യർക്ക് മുന്നിൽ ചില മനുഷ്യന്മാർക്ക് ഒരു സാന്ത്വനത്തോടെ പെരുമാറാൻ തന്നെ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ട്. അങ്ങനെ നോക്കുമ്പോൾ ആൽക്കഹോളിക് അനോണിമസിൽ വന്ന വൈകാരികമായിട്ട് വളരെ ബുദ്ധിമുട്ട്, വൈകാരികമായിട്ട് എന്തെങ്കിലും ഇത് യഥാർത്ഥത്തിൽ ശാരീരികം, ആത്മീകം, മാനസികം വൈകാരിക പ്രശ്നമുള്ള ഒരാളാണ് ഈ മദ്യാസക്തനായി മാറുന്നത്. ആ മദ്യാസക്തന്റെ ആ അനിയന്ത്രിതാവസ്ഥയെ, മാനസിക പ്രശ്നത്തെ ശരിയായ രീതിയിൽ മുന്നോട്ട് പോകണമെങ്കിൽ അദ്ദേഹം നിരന്തരമായിട്ട് മീറ്റിങ്ങിൽ വരികയും ആ പ്രോഗ്രാമിന്റെ പടികൾ ചെയ്യുകയും അതിൽ നിന്ന് എത്തിപ്പെട്ട് ഈ പറയുന്ന 4 മുതൽ 9 വരെ ഉള്ള പടികളുടെ മൊത്തം ഒരു പാക്കേജാണ് ഈ 10ാമത്തെ പടി. അത് നിത്യജീവിതത്തിൽ എനിക്ക് എത്രത്തോളം പ്രാവർത്തികമാക്കാൻ കഴിയുന്നു എൻ്റെ പെരുമാറ്റത്തിൽ മറ്റുള്ളവരുള്ള ഈ സ്വാർത്ഥതയാണ് 3ാം പടിയിലെ ഈ കുഴപ്പത്തിന്റെ എല്ലാം കേന്ദ്രം സ്വാർത്ഥതയാണ്. ഇവിടെ ഒരു കാര്യം കൂടെ ഉണ്ട്, ഒറ്റയടിക്ക് ഞാൻ അങ്ങോട്ട് എല്ലാം കളഞ്ഞ ഒരാളായി മാറാം. അതിന്റെ ഏതൊക്കെയോ ഘട്ടത്തിൽ മാത്രമേ ഞാൻ നിൽക്കുന്നുള്ളൂ. ഞാൻ മീറ്റിങ്ങിൽ പോയിട്ട് കൗണ്ടർ ഷെയറിങ് ചെയ്യുകയാണെങ്കിൽ അത് മീറ്റിങ്ങിൽ മാത്രമൊന്നുമല്ല, അത് എൻ്റെ മറ്റ് കുഴപ്പങ്ങളിലും ഒക്കെ ഉണ്ടാവും, മറ്റു ആൾക്കാരുടെ പെരുമാറുന്നതിലും ഒക്കെ ഉണ്ടാവും. മീറ്റിങ്ങിൽ മാത്രമല്ല, മറ്റു കുഴപ്പമൊന്നും ഉണ്ടാവും. ഇവിടെ ഇന്നാളിപ്പോ പൊതുസമൂഹത്തിൽ കേട്ട മാതിരി ഞാന് പണ്ട് കുടിക്കുന്ന കാലത്ത് ഒരാൾക്ക് വലിയ ഫലകം ഇങ്ങനെ കൊടുക്കുകയാണ്. അദ്ദേഹത്തിന് എന്തോ ഒരു ജോലിക്കയറ്റം കിട്ടിയപ്പോ. അപ്പോ വേറൊരാൾ വന്ന് സംസാരിച്ചു, ഇത്തരം ഫലകങ്ങളൊന്നും എനിക്ക് കിട്ടിയിട്ടില്ല. അതിന്റെ ഊർജ്ജം ഉൾക്കൊണ്ട് ഞാനും പോയി പറഞ്ഞു, ഇപ്പോഴാണ് ഇതൊക്കെ ഉള്ളത്. ഞാൻ വളരെ സംതൃപ്തിപ്പെടുത്തി പഞ്ചസാരയെ പോയി സംസാരിക്കുകയാണ്, ഇപ്പോഴാണ് ഇതൊക്കെ ഉള്ളത്, പക്ഷെ പണ്ട് ഇത് കിട്ടിയിട്ടില്ല. അത്തരം കാര്യങ്ങളിൽ മുനവച്ചുള്ള ഇത്തരം സംസാരങ്ങൾ അത് ആൽക്കഹോളിക് അനോണിമസിൽ വന്നിട്ടും
രോഗികളായ ഇത്തരം അനിയന്ത്രിതാവസ്ഥയുള്ള മനുഷ്യന്മാരുടെ മുന്നിൽ പോയിട്ട് കൗണ്ടർ ഷെയറിങ് ചെയ്താലും അല്ലെങ്കിൽ ഞാൻ ക്ലാസ് എടുക്കാൻ ശ്രമിച്ചാലും ഇതേ ക്ലാസ് തന്നെ ഞാൻ പുറത്തും എടുക്കുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ അതിൽ നിന്ന് പുറകോട്ട് എങ്ങനെ വരാം എന്നതിന് ഞാൻ മനസ്സിലായി. എന്നോട് ഇന്നാള് ഒരു അധ്യാപകൻ സംസാരിച്ചപ്പോൾ പറഞ്ഞു, PTA മീറ്റിംഗ് നടക്കുന്നു, ഏറെ വളരെ എന്താ പറയുക, വളരെ വിനയമുള്ള കുറെ ആൾക്കാർ സംസാരിച്ചപ്പോൾ പറഞ്ഞു അടുത്തത് പിന്നെ അപ്പോൾ മാസ്റ്റർ സംസാരിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ മാസ്റ്റർ സംസാരിക്കുമ്പോൾ ആരും എടുത്തേറ്റ് എന്തോ ഒന്ന് പറഞ്ഞപ്പോൾ മാസ്റ്റർ സംസാരിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾ സംസാരിക്കണം എന്ന് അവിടെയുള്ള ഒരാൾ പറഞ്ഞു. അതേ സമയത്ത് നല്ല വിദ്യാഭ്യാസമൊക്കെ ഉള്ള നമ്മുടെ വീടിനടുത്തുള്ള ചില സ്കൂളിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഇന്നാളെ പോയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എന്തൊക്കെയോ പറഞ്ഞ് അടിയും ബഹളവും. അപ്പം ഈ വിദ്യാഭ്യാസം ഇതിനെല്ലാം ഉയർത്തിക്കൊണ്ടുവരും എന്ന് കരുതുന്നില്ല. ഇതിനപ്പുറം എന്നെപ്പോലുള്ള ആൾക്കാർക്ക് പുറത്തിറങ്ങിക്കഴിഞ്ഞാലുള്ള കളിയാക്കൽ, മറ്റൊരാളുടെ കളിയാക്കൽ പോലും ഇത് കേൾക്കുന്ന ഒരാൾക്ക് അത് ആകർഷണമല്ല ഉണ്ടാക്കുക. അപ്പോൾ അനേക കാര്യങ്ങൾ എന്നിൽ മാറാനുണ്ട്. ആ മാറ്റം ഞാൻ ചെയ്ത പരിഹാരത്തിൽ നിന്ന് കിട്ടിയത് മുതൽ എൻ്റെ 7ാം പടി മുതൽ 4ാം പടിയിലെ തുടക്കം മുതലുള്ള കാര്യങ്ങൾ ഞാൻ എൻ്റെ നിത്യജീവിതത്തിലെ 10ാം പടിയിൽ പ്രയോഗിക്കുമ്പോൾ ആ ഒരു പതുക്കെ ഒരു പിന്നെ ജീവിത രീതിയിലേക്ക് എനിക്ക് കടക്കാൻ കഴിയും. ആ ജീവിതത്തിൽ ഏകാന്തതയിൽ പോലും ആലോചിക്കുമ്പോൾ പലപ്പോഴും ചുവന്ന മഷി കൊണ്ട് മാത്രമല്ല പലതിലും എനിക്ക് മെച്ചം വന്നിട്ടുണ്ടല്ലോ എന്ന് കാണാൻ കഴിയും. ഇവിടെ ഒരിക്കല് അത് വേറെ ഏക്കാനാണെങ്കിലും ഞാൻ ഒരു 2 മിനിറ്റൂടെ സംസാരിച്ചോളൂ. പക്ഷെ എനിക്കതൊന്ന് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഇവിടെ ഒരു ഹോസ്പിറ്റലിൽ വളരെ പഴമക്കാരനായ ഏറെ വർഷങ്ങൾ സുബോധത്തിൽ ജീവിച്ച നമ്മുടെ ഒരു സുഹൃത്ത് സംസാരിക്കാമെന്ന് ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന്റെ മക്കളൊക്കെ ഇങ്ങനെ വലുതായി. ഞാനതൊന്നും ഇങ്ങനെ വളരെ സാഹൂതം ശ്രദ്ധിച്ചു. മക്കളൊക്കെ വലുതായി. അപ്പം മക്കളുടെയൊക്കെ ചെറുപ്പത്തിൽ മദ്യപിച്ച് നടക്കുകയായിരുന്നു. അപ്പൊ അദ്ദേഹം തൊഴുത്തില് പശുവിനെ ഇങ്ങനെ തലോടുകയായിരുന്നു. ആ തലോടൽ കണ്ട് മകള് ആരോ ചോദിച്ചു, പറയുന്നുണ്ട് എത്ര സ്നേഹത്തോടെ ആ പശുവിന്റെ പരിപാലിക്കുന്ന കണ്ടപ്പോൾ ഇതൊന്നും അന്ന് മകൾക്ക് അത് കിട്ടിയില്ലല്ലോ എന്നുള്ള ഒരു പരിഭവം പറഞ്ഞു എന്ന് പറഞ്ഞു. ഇതുപോലെ അപ്പോഴാണ് അത് പറയാൻ കാണിച്ച ആ ഒരു കാര്യത്തെയാണ് അത് ശ്രദ്ധിച്ചല്ലോ. ഒരു മനസ്സിൽ അത്തരം അത് പറയുമ്പോൾ ഉണ്ടാകുന്ന കണ്ണ് നിറഞ്ഞു അല്ലെങ്കിൽ എനിക്കൊരു ആർദ്രത വന്നു എന്ന് പറയുമ്പോൾ ഇത്തരം ആർദ്രതയും ആ സ്നേഹവും ഒക്കെ കൂടി വരാൻ ഇത്തരം ഒരു ജീവിത രീതിയിലുള്ള മുന്നോട്ടുള്ള പോക്ക് സഹായിക്കും. പടികളും പാരമ്പര്യങ്ങളും ഏതൊരു സുഹൃത്തിൻ്റെയും ജീവിതത്തിൽ അത് കയറി വരുമ്പോൾ ഇത്തരം മീറ്റിങ്ങുകളിലൂടെ, പഴമക്കാരിലൂടെ, ചില വായനകളിലൂടെ, ചില പ്രാക്ടീസിലൂടെ ഓരോരുത്തരുടെയും ചേർന്ന് നടക്കുമ്പോഴുമുണ്ട്. അത് വളരെ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും. ചിലതിനൊക്കെ അനാവശ്യമായിട്ടുള്ള മുറിപ്പെടുത്തുന്ന കാര്യങ്ങളൊന്നും പറയാം. ചിലത് ചേർത്ത് പിടുത്തം. പണ്ടൊക്കെ ചില മീറ്റിങ്ങുകളിലെ തന്നെ ചില ഷെയറിങ്ങിലൊക്കെ നിഷ്കളങ്കമായി അത്തരം കാര്യങ്ങളൊക്കെ പറയുന്നത് അതങ്ങനെ വലിയ വലിയ വിവരമുള്ള ചില കാര്യങ്ങൾ കേൾക്കുമ്പം മാത്രമേ ഇതൊക്കെ എന്ത് നമ്മൾ പഠിക്കേണ്ടത് ഇതൊക്കെ വലിയ കാര്യങ്ങളാണ്. പക്ഷെ അതേ സമയത്ത് അതവർ പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നു. ചിലപ്പോ എല്ലാ കാര്യവും എന്നെ തന്നെ പറഞ്ഞാൽ മതി. വലിയ കാര്യങ്ങളുമായിട്ട് ഓർത്ത് നടക്കുന്ന ചിലപ്പോൾ എന്നെപ്പോലത്തെ ആളാണെങ്കിൽ ആ കാര്യങ്ങൾ വലിയ കാര്യങ്ങളായി കേൾക്കും. അത് എത്രത്തോളം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നില്ല. അപ്പോൾ ഓരോ നിമിഷവും ഇതിനെ ഓരോ സമയവും ഒന്ന് വിലയിരുത്തി നോക്കുമ്പോൾ
ഞാൻ കുറെ പുരോഗതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട്. അത് യഥാർത്ഥത്തിൽ തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് എൻ്റെ നന്ദിയിൽ നിന്ന് തന്നെയാണ്. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മുഖ്യനായി ജീവിതത്തിൽ എല്ലാം ബുദ്ധിമുട്ടിയിരുന്ന എനിക്ക് ഇത് തന്നെയാണ് സമയം. ഞാൻ വരാൻ താമസിച്ചു പോയെന്നോ ഏതെങ്കിലും ഒരാൾ പറഞ്ഞാൽ അതിന്റെ ഒരു കാര്യമില്ല. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതും ഇപ്പൊ ഈ നിമിഷം ഇത് മനസ്സിലാക്കുന്നത് തന്നെയാണ് നമ്മുടെ സമയം. പഴയ കാലത്തെ ഓർത്ത് ഇതാണ് സമയം. ഈ സമയം വെച്ച് ഓരോ മീറ്റിങ്ങിലൂടെ, ഈ പ്രോഗ്രാമിലൂടെ ഓരോ സുഹൃത്തുക്കൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഇതുപോലുള്ള മീറ്റിങ്ങുകളിൽ എനിക്ക് ഇത്തരം ഒരു ഉയർച്ചയ്ക്ക് എനിക്ക് ഇത്തരം മാറ്റങ്ങൾക്ക് ഏറെ സഹായിച്ചിട്ടുള്ളത് ഇത്തരം മീറ്റിങ്ങുകളിലും ശ്രദ്ധിച്ച് ഇരുന്നത് കൊണ്ട് തന്നെയാണ്. ആ ശ്രദ്ധിച്ചിരുന്നപ്പോൾ ഈ മനസ്സിനുള്ളില് ഈ എന്താ പറയാ, തൊണ്ടയില് ഉപ്പ് കുടുങ്ങിയ ഉറുമ്പ് കഴിക്കുന്നതെല്ലാം പിന്നെ ആ ഒരു ഉപ്പുരസം എന്ന് പറഞ്ഞ പോലെ തുറന്ന ചെവിയും തുറന്ന മനസ്സുമായിട്ട് ഒരു എയിലെ സുഹൃത്തുക്കളുടെ കാര്യങ്ങൾ ശ്രദ്ധിക്കുമ്പോൾ കിട്ടിയതാണ് അത്. അതിനുള്ള നന്ദി എപ്പോഴും ഉണ്ടാവണം. അതിൻ്റെ കൂടെ ഇന്നും എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ ഇപ്പോൾ ഈ 12 ഈ നോക്കേണ്ട കാര്യമാണ്, ആരെങ്കിലുമൊക്കെ സഹായിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യവും എപ്പോഴും മനസ്സിലേക്ക് കൊണ്ടുപോകേണ്ട കാര്യമാണ്. അതിനോട് ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പിലൊക്കെ ഇപ്പൊ ഇത്ര മാത്രം പുതുമക്കാർ വരുന്നുണ്ട്. പക്ഷെ ഇപ്പൊ ഞങ്ങളുടെ ഗ്രൂപ്പൊക്കെ ഏറ്റവും എങ്ങനെ ഇവരവിടെ പിടിച്ച് നിർത്താൻ വേണ്ടി എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് ഇപ്പം അതിനെക്കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയുന്നുണ്ട്. അപ്പൊ പുതുതായിട്ട് കടന്നു വന്ന ഒരാൾക്ക് അങ്ങനെ പറഞ്ഞാൽ നിർത്താണ്. പുതുതായിട്ട് കടന്നു വന്ന ഒരാള് വളരെ പിന്നെ വിത്ഡ്രോവൽ സിംറ്റം കാണിച്ച് നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയപ്പോൾ പുതുമക്കാരനായ അടുത്ത ഒരാൾ അങ്ങനെ വീണപ്പോൾ അവര് പിന്നെ എന്തോ പൂജയ്ക്ക് കൊണ്ടുപോകുമ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞു, ഇല്ല ഇങ്ങനെ ഒരാൾക്ക് അത് പറ്റിയിട്ടുണ്ട്. അപ്പോ നേരിട്ട് കാണുന്ന അനുഭവങ്ങളിലൂടെ എത്രയോ പുതുമക്കാർ പോലും ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ഇത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കുന്നു. അവർ കടന്നു വന്ന അവർക്ക് എവിടെയെങ്കിലും ഏതെങ്കിലും ഒരു ഇത്തരം കാര്യങ്ങൾ കേട്ട ഒരാള് ഈ പടികളും സ്പോൺസറും ഉണ്ട് എന്നും കൂടെ അവരെ ആ ഒരു ഗ്രൂപ്പിൽ നിലനിർത്താൻ വേണ്ടിയിട്ട് പലപ്പോഴും അത് കേട്ടിട്ടുമുണ്ട്. കുറച്ച് കാര്യം കഴിയുമ്പോൾ ഒന്ന് ചേർന്ന് നിന്നുകൊണ്ട് ഇത്തരം കാര്യങ്ങളുണ്ട് എന്ന് പറയും. പക്ഷെ ഇന്ന് ഓൺലൈൻ മീറ്റിംഗ് ഉള്ളത് കൊണ്ട് ഇത്തരം കാര്യങ്ങളിൽ ഏറെ പേർക്ക് എന്നേക്കാളും എത്രയോ ഇതിനെക്കുറിച്ച് കാര്യമാത്ര പ്രസക്തമായിട്ട് അറിയുന്ന പലരുടെയും എത്ര പുസ്തകത്തിൽ വായിച്ച് ആ കാര്യങ്ങളെ എത്രമാത്രം കൃത്യമായി പറയുന്ന എത്രയോ സുഹൃത്തുക്കളെ ഇത്തരം ജോലിയിലൂടെയുള്ള പരിപാടികളിലൊക്കെ കേൾക്കാൻ സാധിക്കുന്നു. അതിനും ഒക്കെ ഒരു നന്ദി. ഇതിൻ്റെ നടത്തിക്കൊണ്ടു പോകുന്ന സേവകർക്ക് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് ഇനി ഇതിനകത്ത് എന്തെങ്കിലുമൊക്കെ കൂട്ടിച്ചേർക്കാനൊക്കെ ഉണ്ടെങ്കിൽ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് എല്ലാവരെയും ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു.